ഹായ് ഹലോ. ഇന്ന് ഞങ്ങളൊരു വെക്കേഷൻ ട്രിപ്പ് പോയതാണ്. മാംഗോ മഡോസ്റ്റിൻ എന്ന റിസോർട്ടിലേക്കാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയത്. ഞങ്ങളുടെ ഫാമിലി ടൂറാണിത്. ഞങ്ങൾ ബസ്സിൽ 50 പേരുടെ സീറ്റുള്ള ബസ്സായിരുന്നു. ഞങ്ങൾ ബസ്സിൽ എല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് പോയി. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ആദ്യം തന്നെ ചെറിയ കുട്ടികളെയൊക്കെ ഒരുമിച്ച് കൂട്ടി നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തി എടുപ്പിക്കാനായിട്ട് നല്ല പാടാണ്. പിള്ളേരുകൾ ഓടി നടക്കായിരുന്നു. പിന്നെ ഇതെൻ്റെ അപ്പച്ചനാണ്. അപ്പച്ചൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താണ്. ജലചക്രം കണ്ടപ്പോഴേക്കും ഞാൻ അതിനകത്ത് കയറി ചവിട്ടി. അത് നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു തടാകത്തിലേക്കാണ് പോയത്. ആ തടാകത്തിൽ നിറയെ മീനുകളാണ്. ആ മീനുകൾക്ക് നമുക്ക് തീറ്റയൊക്കെ കൊടുക്കാം. വലിയ വലിയ മീനുകളായിരുന്നു അതിനകത്തേക്ക് അങ്ങോട്ട് നടന്നു പോയിട്ട് അവിടുത്തെ ഗൈഡ് പറയുന്നു അത് മീൻ തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാപമൊക്കെ പൊറുക്കപ്പെടും എന്നൊക്കെ ഗൈഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് ചെന്ന് നല്ല വെയിലായിരുന്നു അവിടെ. മീന് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം നിന്ന് അത് കണ്ട് രസിച്ചു. അതിനുശേഷം തിരിച്ചു പോന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഗൈഡ് നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ടാണ് പോകാൻ പറ്റുള്ളൂ അവിടെ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഓരോ ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞു. പലതരത്തിലുള്ള ശില്പങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ വലിയ ശില്പങ്ങളാണ്. കാണാൻ നല്ല രസമാണ്. അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അമ്മച്ചി കർഷകൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയി. അതിനുശേഷം ഞങ്ങൾ സൈക്കിൾ കണ്ടപ്പോൾ അതുമൊന്ന് കയറി ചവിട്ടി നോക്കി. 2 പേർക്ക് ഇരുന്ന് ചവിട്ടാൻ പറ്റുന്ന സൈക്കിളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള സൈക്കിൾ മോഡൽസ് ഉണ്ട് അവിടെ. നമുക്കത് ഫ്രീ ആയിട്ട് ചവിട്ടാൻ പറ്റും. ഞങ്ങളൊക്കെ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കി. കുട്ടികളും സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടി. അതിനുശേഷം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നു. സൈക്കിളുമേയൊക്കെ കുറച്ച് നേരം അരമണിക്കൂറോളം സൈക്കിളിൽ ചവിട്ടി നടന്നു. ധാരാളം ഫ്രൂട്ട്സിൻ്റെയും പലതരത്തിലുള്ള മരങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു അക്വേറിയം ഉണ്ട് അവിടെ. നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉള്ള ഒരു അക്വേറിയം. അതെല്ലാം ചുറ്റി നടന്ന് കണ്ടു. അതിന് കൂടാണ്ട് കുറേ ശില്പങ്ങൾ ഇനിയും ഉണ്ടാക്കി പൂർത്തിയാക്കുന്നുണ്ട് അവരവിടെ. ഒരു ഏറുമാട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ചുറ്റും കാണാൻ നല്ല രസമാണ്. ഒറിജിനലാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ശില്പങ്ങളാണ്. നമുക്കതിൻ്റെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും പറ്റും. ഒരു ഫാം ഉണ്ട് അവിടെ. പശു, ആട്, കോഴി അങ്ങനെ തുടങ്ങിയ സാധനങ്ങളുള്ള ഒരു ഫാം അവിടെയുണ്ട്. കാടിൻ്റെ ഉള്ളിൽ ഒരു കൊമ്പനാന നിൽക്കുന്ന ഒരു ഫീലിലുള്ള ഒരു ശില്പമാണിത്. ശരിക്കും ഒരു ഒറിജിനൽ ആനയുടെ അത്ര വലുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഫൺ ഗെയിംസൊക്കെ അവിടെയുണ്ട്. നമുക്കതൊക്കെ ഫ്രീ ആയിട്ട് കളിക്കാം. അത് ചേട്ടായി കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ വേറൊരു ഗെയിമിൻ്റെ സ്ഥലത്തേക്കാണ് പോയത്. അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കയറാൻ പറ്റുന്ന കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. അതിനകത്ത് ഊഞ്ഞാലിലാണ് ഞങ്ങൾ മുതിർന്നവർ കയറിയത്. കുട്ടികൾ ഇങ്ങനെ പൊങ്ങുന്ന ഒരു തരം ഇതിലായിരുന്നു. അതിൽ കളിച്ചു, ഊഞ്ഞാലാടി. അതിനുശേഷം ഇതിൽ കയറിയപ്പോൾ വളരെ പേടിച്ചു. നല്ല ഉയരത്തിലാണത് ആടിക്കൊണ്ടിരുന്നത്. നന്നായി പേടിച്ച് വിറച്ചു. അതിനുശേഷം ഞങ്ങൾ പൂളിലേക്ക് പോയി. പൂളിൽ അപ്പോഴേക്കും ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുറേ പേരൊക്കെ ഇറങ്ങി. എൻ്റെ അമ്മച്ചിയാണ് സൂപ്പറായിട്ട് നീന്തുന്നുണ്ട്. അമ്മച്ചിക്ക് നീന്തലറിയാം. കുട്ടികളെയും കൂട്ടി ഞങ്ങൾ ഇറങ്ങി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേറെ ഒരു പൂളും കൂടി ഉണ്ട്. ഞങ്ങൾ കുറേ നേരം പൂളിൽ കളിച്ച് രസിച്ച് നീന്തി കളിച്ചു. അതിനുശേഷം അവിടെ തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങി. ബോട്ടിങ്ങും ഫ്രീ ആണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഒരു ബോട്ടിൽ കയറിയത്. ബോട്ട് ചവിട്ടി നമുക്ക് തന്നെ ഓടിക്കാം. കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റി. വേറെ ഒരു ബോട്ടിൽ ജോയിലും ഫെജോരും കൂടി കയറിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പോയി. കൊട്ടവഞ്ചിയിലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ തുഴയുന്നിടത്തേക്ക് കൊട്ടവഞ്ചി പോവില്ല. കുറേ കഷ്ടപ്പെട്ടു ഞങ്ങൾ അത് ഒന്ന് കരക്കടിപ്പിക്കാനും ഒക്കെ. അപ്പോഴേക്കും മഴക്കാരൊക്കെ വെച്ച് മഴയൊക്കെ പെയ്യാനുള്ള ഒരു മട്ടിലായിരുന്നു അവിടുത്തെ കാലാവസ്ഥ. അത് കാരണം ഞങ്ങൾ പേടി കൂടി. കൊട്ടവഞ്ചിയൊക്കെ കൂട്ടി ഇടിച്ചു എന്ന് ഭാഗ്യത്തിനും അറിഞ്ഞില്ല. ഞങ്ങൾ നല്ല ചിരിച്ച് ഞങ്ങളുടെ നല്ല ഒരു ഇതായി.
നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഇതിലൊക്കെ കയറുമ്പോൾ പേടിനേക്കാളും കൂടുതൽ നല്ല സന്തോഷമായിരുന്നു. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ, നല്ല രസമായിരുന്നു ഞങ്ങളുടെ ഈ യാത്രകൾ. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് കയറി ഒരു മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അവിടുത്തെ റിക്ഷ വണ്ടിയിലൊക്കെ കയറി ഇരുന്ന് നോക്കി. ഞങ്ങളെല്ലാവരും തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലായി. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളുടെ ഈ വെക്കേഷൻ ട്രിപ്പ് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങൾ തിരിച്ചു പോന്നു.